സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ സെപ്റ്റംബർ 19 സംയുക്ത കർഷക വേദി എറണാകുളം സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. ഓണക്കാലത്തിന് മുമ്പ് നെല്ലുവില കൊടുത്തു തീർക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജലരേഖയായെന്ന് സമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കർഷകർക്ക് വിനയാകുന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കർഷക സംരക്ഷണ സമിതി കേരള ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 280 കോടിയോളം രൂപയാണ് സർക്കാർ നെൽകർഷകർക്ക് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനമല്ലാതെ കർഷകർക്ക് പണം നൽകുന്നില്ല. സർക്കാർ കൊടുത്താൽ മാത്രം ബാങ്കുകൾ കർഷകർക്ക് ലോണായി നെല്ലുവില നൽകുന്ന രീതിയാണ് തുടരുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ കേരള സർക്കാർ ഇൻസെന്റീവ് വെട്ടിക്കുറച്ചു. ജില്ലയിൽ കന്നിക്കൊയ്ത്ത് ആരംഭിക്കാറായിട്ടും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനോ മില്ലുകാരെ നിശ്ചയിക്കാനോ സർക്കാരിന് കഴിയാത്തത് കർഷകരോടുള്ള അവഗണനയാണ്. കിട്ടുമ്പോൾ മാത്രം വില നൽകുമെന്ന രജിസ്ട്രേഷൻ നിബന്ധന തകർന്ന കർഷകരെ വീണ്ടും ചവിട്ടി താഴ്ത്തുന്നതാണ്. നെല്ല് സംഭരണം സർക്കാർ തന്നെ അട്ടിമറിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. കർഷകർക്ക് ഉൾക്കൊള്ളാനാവാത്തതും കാർഷിക മേഖലയെ തകർക്കുന്നതുമായ ഒട്ടേറെ നിബന്ധനകളുള്ള ബേബി കമ്മീഷൻ റിപ്പോർട്ട് പൊതുചർച്ചയ്ക്ക് വിധേയമാക്കി ഹാനികരമായ നിബന്ധനകൾ ഒഴിവാക്കണമെന്നും സി പ്രഭാകരൻ ആവശ്യപ്പെട്ടു. പ്രതീക്ഷയോടെ ബന്ധപ്പെട്ട ഭരണകർത്താക്കളുടെ വാക്ക് വിശ്വസിച്ച് ഇന്നും 232.38 കോടി രൂപ കേരളത്തിൽ കർഷകന് കൊടുക്കാനുണ്ട്. ഇത് കൊടുത്തു എന്ന് പറയുന്നത് ബാങ്കുകാരെ കൊണ്ട് നിങ്ങൾ ലോണായി കൊടുത്തോ എന്ന് പറഞ്ഞതുകൊണ്ട് കർഷകന് പൈസ കിട്ടുന്നില്ല. ബാങ്കിന് ലോണിന് പോകുന്നത് 5 പേർക്കോ 8 പേർക്കോ ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് വന്നാൽ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറയുന്ന ഒരു സ്ഥിതി, ഏത് സമയത്ത് പൈസ കിട്ടും എന്ന് പറയാൻ ഇന്നും തീരുമാനിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. നിലവിൽ ബാങ്കുകാരനെ സംബന്ധിച്ച് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സംഖ്യ അത് കഴിഞ്ഞ് അവരോട് ബ്ലോക്കാക്കി. പൂർണ്ണമായും ഈ സംഖ്യ ഈ നേരം വരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. കർഷക മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് കെ വേണു, പറമ്പിക്കുളം ആളിയാർ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി സി ശിവശങ്കരൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ആർ രമേഷ്, ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.